ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. സാംസങ് ഗാലക്സി S25 FE മോഡലിൻ്റെ നമ്മളിവിടെ കാനഡയിൽ നിന്ന് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ വാങ്ങിച്ചതാണ്. നവംബർ ഫസ്റ്റ് വീക്കുകളിലായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് എക്സാക്ട്ലി എത്ര നാൾ ഇത് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. യൂഷ്വലി ഇലക്ട്രോണിക്സിന് അതുപോലെ തന്നെ ഷൂസ് അങ്ങനെ കുറേ ഗുഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഡ്രസ്സസ്, അതിനൊക്കെയാണ് യൂഷ്വലി ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ, എസ്പെഷ്യലി ഇലക്ട്രോണിക്സിനാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്ലാനിന് മാത്രമായിട്ട് തന്നെ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം വൈ നോട്ട് നമ്മൾ പ്ലാനും മൊബൈലും അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള ഒരു ഡിസിഷനിലെത്തി. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റിയൽമിയുടെ GT Neo എന്നുള്ള ആ ഒരു ബ്രാൻഡാണ്. അത് നല്ല ബ്രാൻഡാണ് കേട്ടോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മളിവിടെ $25 ടാക്സ് കെട്ടണം. എന്തോ BYOD ഒരു പ്ലാനിൽ, അതിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മൊബൈൽ പ്ലാൻ. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ എൻ്റെ റിവ്യൂസ് ഞാൻ ഈ സാംസങ് ഗാലക്സി S25 FEയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ലുക്കായിട്ടുള്ളൊരു ഫോണാണ് കേട്ടോ. ഇത് 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ എടുത്തത് ജെറ്റ് ബ്ലാക്ക് കളറാണ്. 4 കളേഴ്സ് എനിക്ക് തോന്നുന്നു നേവി ബ്ലൂ, ഐസി ബ്ലൂ, വൈറ്റ് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇത് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ലുക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ജെറ്റ് ബ്ലാക്ക് എടുത്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഗ്ലാസും അതുപോലെ തന്നെ കവറും അവിടെ ഉണ്ടായിരുന്നു ഷോപ്പിൽ. പക്ഷേ അതിൽ വെറൈറ്റീസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആമസോണിൽ നിന്നാണ് ജസ്റ്റ് ഈ വയറ് മാത്രമാണ് ഉള്ളൂ കേട്ടോ. വയറും പിന്നെ ഈ സിം എടുക്കുന്ന ആ ഒരു പിന്ന് പോലത്തെ ഒരു സംഗതി ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇതിൽ ഉള്ളത് കേട്ടോ. ഇത് പിന്നെ ഇതിൻ്റെ മാനുവലും ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളൂ. ഞാൻ ഓർക്കായിരുന്നു 2010 നമ്മളൊരു സാംസങ് ഗാലക്സി ഒരു ഫോൺ വാങ്ങിച്ച സമയത്ത് അതിൽ ഹെഡ്സെറ്റ്, പിന്നെ അതുപോലെ ചാർജിങ് പ്ലഗ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊന്നും ഇതിലില്ല. ധാരാളം AI ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 7 ഇയേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. AI അസിസ്റ്റൻറ്റ് ഫീച്ചേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് AI Gemini ആണ്. അപ്പോൾ ക്യാമറ ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ. അതിൽ ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി 4900 mAh എന്നുള്ളതാണ്. അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ സോഫ്റ്റ്വെയർ ഒക്കെ നല്ല അപ്ഡേറ്റഡും എഫിഷ്യൻറ്റ് ചിപ്പും ആയിട്ടാണ്. നല്ല ക്ലാരിറ്റി, നല്ല ഒരു പ്രോസസ്സറൊക്കെ നല്ല സൂപ്പറായിട്ട് ഇതിൽ അവർ ഐഫോണിൻ്റെ ഒക്കെ പോലെ ഒരു നോയ്സ് ക്യാൻസലേഷനും എനിക്കിതിൽ ഫീൽ ചെയ്തു. നമ്മളിത് ഇത് കവറാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ കവറാകുമ്പം ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് ക്ലിയർ ആയിട്ട് എത്ര എമൗണ്ട് ഓർമ്മയില്ല, ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇടാം. ഇതിൻ്റെ ബാക്കിൽ വന്നിട്ട് ഈ കാർഡ് സ്ലോട്ടും ക്യാമറ ഒക്കെ ക്ലോസ് ചെയ്ത് വെക്കാൻ പൊടിയൊന്നും തട്ടാതെ ഉള്ള പോലൊരു കവറാണ് ഞാനതിൽ ഷെയർ ചെയ്യാം. AI അപ്സ്കെയിലിംഗ് ഫീച്ചർ ഉണ്ട്, എസ്പെഷ്യലി വീഡിയോ ക്വാളിറ്റി ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള റിവ്യൂസ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ വാച്ചിങ്.